സോയാ ബോൾ കുറുമയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. സോയാ ബോൾ എന്ന് പറയുന്നത് ഹെൽത്തിന് വളരെ നല്ലതാണ്, പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ക്യാരറ്റ് ഉരുളക്കിഴങ്ങും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സോയാ ബോൾ 1 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതാണ് എടുക്കുന്നത്. ഇനി ക്യാരറ്റിൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെയും സോയാ ബോളിൻ്റെയും ഒപ്പം ഇതുപോലെ തേങ്ങാപ്പാലും അല്പം ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് നേരത്തേക്ക് മൂടി അടച്ച് വേവിക്കാൻ വെക്കേണ്ടതാണ്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് മറ്റൊരു പണി ചെയ്യാനുണ്ട്, ഈ കറിക്കുള്ള ഗ്രേവി ഉണ്ടാക്കുക എന്നുള്ളത്. അതിനാവശ്യം 2 സവാള, 1 തക്കാളി, 2 കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കറിവേപ്പില, മല്ലിയില, ഇതെല്ലാം കൂടി എണ്ണയിൽ വശക്കി എടുത്തതാണിത്. ഇനി ഇത് അല്പനേരം തണുക്കാൻ വെക്കണം. എന്നിട്ട് അതിനുശേഷം മിക്സിയിലടിച്ച് അതിൻ്റെ ഒരു കൂട്ടാക്കി എടുക്കണം. ഇതാണ് അരച്ചെടുത്ത കൂട്ട്. ഇപ്പോൾ വേവിക്കാൻ വെച്ചത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇതാ നമ്മൾ മൂടി തുറന്ന് നോക്കി വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർക്കുക. പിന്നെ നേരത്തെ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, നമ്മൾ തേങ്ങാപ്പാലിട്ട് വേവിക്കുന്നത് ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി തേങ്ങാപ്പാൽ ഓപ്ഷണലാണ്, വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ തേങ്ങാപ്പാൽ അവൈലബിൾ ആയതുകൊണ്ടാണ് അത് ഉപയോഗിച്ചത്. കാരണം ഇതിൻ്റെ അവസാനം നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ ഇതാ ഗ്രേവി ആഡ് ചെയ്ത് കഴിഞ്ഞു. അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക. ഇനി കറി തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോൾ അല്പം തേങ്ങാപ്പാൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ കറി ഒന്ന് അനന്നിട്ട് നമ്മളിതിലേക്ക് കടുക് വറുത്തത് ആഡ് ചെയ്യണം. കടുക് വറുക്കുന്നത് അറിയാലോ, എണ്ണ ചൂടാക്കുക. എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിഞ്ഞ് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ആഡ് ചെയ്യുക. ഈ കടുക് വറുത്തതാണ് നമ്മൾ ഈ കറിയിലേക്ക് ആഡ് ചെയ്തത്. കറി റെഡിയായി കഴിഞ്ഞാൽ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ.